എല്ലാവർക്കും നമസ്കാരം. ശിവയോഗത്തിൻ്റെ ആദ്യ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ പുനർജന്മം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നൂറ്റാണ്ടുകളായി മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ അതൊരു ചോദ്യം മാത്രമല്ല. ഞാൻ ആത്മാവാണ് എന്ന സത്യം തിരിച്ചറിയുമ്പോൾ ഈ ജന്മത്തിന് മുൻപും ശേഷവും ഞാൻ നിലനിൽക്കുന്നു എന്ന് ബോധ്യമാകും. അവിനാശിയായ ഊർജമായ ഞാൻ ഒരു ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ സംസ്കാരങ്ങളുടെ സഞ്ചയത്തെയും എടുത്തിട്ടാണ് പോവുക. പൂർവജന്മങ്ങളിലെ സംസ്കാരങ്ങളുടെ പ്രഭാവം ആഗ്രഹമില്ലെങ്കിലും ഇപ്പോൾ നമ്മെ സ്വാധീനിക്കുന്നത് കാണുന്നില്ലേ? നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ ജന്മനാൽ തന്നെ അംഗവൈകല്യമുള്ളവരായും അനാഥരായും ദരിദ്രരായും നീതി നിഷേധിക്കപ്പെട്ടവരായും എന്തുകൊണ്ട് ജന്മമെടുക്കുന്നു? ചില കുട്ടികൾ ജന്മസിദ്ധമായി തന്നെ കലാനൈപുണ്യങ്ങൾ കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഒരമ്മയുടെ തന്നെ മക്കൾ, ഒരേ സാഹചര്യത്തിൽ വളർന്നവർ, ഒരേ വിദ്യാഭ്യാസം നേടിയവർ, എന്നിട്ടും അവരുടെ സ്വഭാവം വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ട്? ഓരോരുത്തരുടെയും DNA പരിപൂർണമായും വ്യത്യസ്തമാകുന്നതും എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങളെല്ലാം പുനർജന്മം എന്ന ഒറ്റ ഉത്തരത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ട്. ജനനം, വളർച്ച, മരണം ഇവ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന തുടരനുഭവങ്ങൾ മാത്രമാണ്. ജനനം ഒരു തുടക്കമോ മരണം ഒരു അവസാനമോ അല്ല. കേവലം അഭിനേതാവായ ആത്മാവ് ഒരു രംഗത്തു നിന്ന് മറ്റൊരു രംഗത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. പുനർജന്മത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്നതിലൂടെ തൻ്റെ ജീവിതത്തിൽ ആകസ്മികമായി വന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾക്ക് കാരണമെന്തെന്ന് മനസ്സിലാക്കുന്നതായിരിക്കും. ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠാകുലരായും ഭൂതകാലത്തിലെ സംഭവങ്ങളെ ചിന്തയാലും ജീവിതത്തെ വർത്തമാനകാലത്തിൽ ജീവിക്കുവാൻ പുനർജന്മത്തെ മനസ്സിലാക്കിയവർക്ക് സാധിക്കുന്നുണ്ട്. മരണമെന്നത് ഭൗതിക ശരീരത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രക്രിയയാണ്. ജീവാത്മാവ് മറ്റൊരു ശരീരത്തെ സ്വീകരിച്ച് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ശരീരത്തിൽ വ്യാപിച്ചു വെച്ചിരിക്കുന്ന ജീവോർജത്തെ ആത്മാവ് പിൻവലിച്ച് മരണസമയത്ത് ഭൃഗുടിയിൽ നിന്ന് പുറത്തിറക്കുന്നു. തൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് പ്രകൃതി ഒരുക്കുന്ന ഒരു മാതൃഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നു. മനുഷ്യാത്മാവിന് മനുഷ്യ ശരീരത്തെ മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ. ഒരു ജന്മത്തിൽ നിന്ന് മറ്റൊരു ജന്മത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടെ ആത്മാവിൻ്റെ ബോധതലത്തിലുള്ള അറിവുകളും കർമ്മവാസനകളും അബോധാവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു. എന്നാൽ പുതിയ ജന്മത്തിലെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ സംസ്കാര രൂപത്തിൽ അവ തിരിച്ചെത്തുകയും ചെയ്യും. എന്നാൽ പൂർവജന്മത്തിലെ സ്മൃതികൾ അലട്ടുകയില്ല. സംഭവങ്ങളുടെ സ്മൃതികൾ ഇല്ലെങ്കിലും സംഭവങ്ങളുടെ ആധാരത്തിൽ നേടിയെടുക്കപ്പെട്ട മനോഭാവങ്ങളും വ്യക്തിത്വവും പ്രവണതയും ഈ ജന്മത്തിലും ശക്തമായി സ്വാധീനിക്കുന്നതാണ്. ജീവാത്മാവ് തിരഞ്ഞെടുക്കുന്ന തൻ്റെ പുതിയ മാതാപിതാക്കളുടെ ജീനുകളിലൂടെ പകർന്നു കിട്ടുന്നതായിരിക്കും ഒരു പരിധിവരെ തൻ്റെ പുതിയ ശരീരത്തിൻ്റെ രൂപവും ഭാവവും എല്ലാം. ശരീരത്തിൻ്റെ നിറം, അവയവങ്ങളുടെ ആകൃതി, രോഗങ്ങൾ ഇവയെല്ലാം ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടേക്കാം. എന്നാൽ ജീവിതത്തോടുള്ള ആ വ്യക്തിയുടെ കാഴ്ചപ്പാട്, സംഭവങ്ങളോടുള്ള പ്രതികരണ രീതി എന്നിവയെല്ലാം ജനിതകമായി പകർന്നു കിട്ടുന്നവയല്ല, പൂർവജന്മങ്ങളിൽ നിന്ന് സമാഹരിച്ചവയാണ്. ബന്ധങ്ങൾ, മനുഷ്യജീവിതത്തിൽ ബന്ധങ്ങൾക്ക് വലിയ വിലയാണുള്ളത്. ചില ബന്ധങ്ങൾ സുഖം നൽകുന്നവയും മറ്റു ചിലത് ദുഃഖം നൽകുന്നവയുമാകുന്നു. ഇന്നലെ ദുഃഖദായകമായിരുന്ന ബന്ധങ്ങൾ ഇന്ന് സുഖദായകമായിരിക്കും. ഇന്നലെ മിത്രങ്ങൾ ആയിരുന്നവർ നാളെ ശത്രുക്കളാകുന്നു. ഇന്നലെ ഒരു പരിചയമില്ലാതിരുന്നവർ ഇന്ന് ബന്ധുക്കളുമാകുന്നു. മരണം വരെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് കരുതിയിരുന്നവർ പിരിഞ്ഞു പോകുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന ബന്ധുക്കളെയോ മിത്രങ്ങളെയോ അല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ചിലരുടെ കൂടെ എത്ര കാലം ജീവിച്ചാലും പൊരുത്തം ഉണ്ടാകുന്നില്ല. ചിലരുമായി ആദ്യത്തെ കണ്ടുമുട്ടലിൽ തന്നെ ഇണക്കമുണ്ടാകുന്നു. ഇതിനെല്ലാം കാരണം എന്താണെന്നും ചിന്തിക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം ഉത്തരം ഒന്ന് മാത്രമേയുള്ളൂ. ഇവയെല്ലാം പൂർവജന്മത്തിലെ തുടർച്ചയാണ്. ഓരോരോ ജന്മങ്ങൾ ഓരോരോ അധ്യായങ്ങളുമാണ്. ഓരോരോ അധ്യായങ്ങൾ തീരുമ്പോൾ ചില കണക്കുകൾ അവസാനിക്കുകയും മറ്റു ചിലത് ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ കണക്കുകൾക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് നീങ്ങുന്നു. ഇതിനെയാണ് വിധി എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്നത്. എന്നാൽ വിധിയുടെ വിധാവ് നമ്മൾ തന്നെയാണ്. ഇതിൽ ഈശ്വരന് ഉത്തരവാദിത്വവുമില്ല. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു കുട്ടി സമസ്ത സൗഭാഗ്യങ്ങളുടെയും ഇടയിൽ ജനിക്കുന്നുവെങ്കിൽ ഈശ്വര കടാക്ഷം കൊണ്ടാണെന്ന് പറയുവാൻ സാധിക്കുകയില്ല. കർമ്മഫലം കൊണ്ടാണെന്ന് പറയേണ്ടി വരും.
ധനികന്റെ വീട്ടിൽ ജന്മമെടുക്കുവാനുള്ള അത്ര സത്കർമ്മങ്ങളുടെ ശേഖരണങ്ങളുമായാണ് ഒരാത്മാവ് പുതിയ ജന്മത്തിലേക്ക് വന്നിരിക്കുന്നത്. പുനർജന്മത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. തൻ്റെ അനാദിയായ അസ്തിത്വത്തെ തിരിച്ചറിയുമ്പോൾ മനസ്സ് സ്വാഭാവികമായി ധ്യാനനിരതനാവുകയും ചെയ്യുന്നുണ്ട്. ഭയം, ഉൾക്കൊണ്ട സങ്കുചിത ഭാവം എന്നിവ ഉത്തമ മരുന്നാണ് പുനർജന്മജ്ഞാനം. തൻ്റെ അനാദിയായ അസ്തിത്വത്തെ തിരിച്ചറിയുമ്പോൾ മനസ്സ് സ്വാഭാവികമായി ധ്യാനനിരതനാകുന്നു. ഭയം, ഉത്കണ്ഠ, സങ്കുചിത ഭാവം എന്നിവയ്ക്കുള്ള ഉത്തമ മരുന്നാണ് പുനർജന്മം എന്ന ജ്ഞാനം. ആത്മാവിനുള്ള മൃതസഞ്ജീവനി കൂടിയാണിത്. ഞാൻ തിരയാണ് എന്ന ചിന്തയാണ് ശരീരബോധം. ഞാൻ സമുദ്രമാണ് എന്ന ചിന്തയാണ് ജീവാത്മാവ്. ഞാൻ ജലമാണ് എന്ന ചിന്തയാണ് പരമാത്മാവും.